ഹായ് ഹലോ വെൽക്കം ടു ദ സ്റ്റിൽ പോയിന്റ്. ഹസ്മിനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റോറിയിലൂടെ ആയാലോ. ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആയിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ഒരു 30-35 വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു വ്യക്തി സാധാരണ നിലയിൽ ജോലിക്ക് പോകുന്നു. ആളുടെ ഫാമിലിയായിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. ആ ആള് പെട്ടെന്നൊരു ദിവസം ഇല്ലാതെ ആവാണ്. അതായത് ആളുടെ റിലേറ്റീവ്സും നെയ്ബേഴ്സ്, അത് കൂടാതെ ഇയാളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എംപ്ലോയീസ് എല്ലാം ഇയാളുടെ മരണവാർത്ത കേട്ടിട്ടാണ് പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്നത്. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കായി. കാരണം ഇത്രയും നാളും യാതൊരു പ്രശ്നവും ഇല്ലാതെ എന്നും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന, എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന, പുറമേ കാണാൻ ഭയങ്കര ഹാപ്പി ആയിരുന്ന ഒരാളാണ്. പെട്ടെന്ന് ഇയാളില്ല. അപ്പം ഇയാളുടെ ഇന്നലെ വരെ കണ്ട് സംസാരിച്ചിരുന്ന ആ ഒരു വ്യക്തികളെല്ലാം ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായിരിക്കാം ഇയാളിങ്ങനെ ഒരു സൂയിസൈഡ് പോയിന്റിലേക്ക് എത്താനുണ്ടായ കാരണം എന്നുള്ളത്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി വന്നപ്പോഴാണ് മനസ്സിലായത് ഇയാൾ ഒരു മെൻ്റൽ സ്ട്രെസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അതിന് കാരണം ഇയാളുടെ വർക്ക് പ്രഷറായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു മെൻ്റൽ പ്രഷർ ഈ ഒരു സൂയിസൈഡൽ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടാവുക? പല റീസൺസും അതിനുണ്ടായിരിക്കാം. പക്ഷെ നമ്മളൊന്ന് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പറയാനായിട്ട് കഴിയുക ആളുടെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ആളുടെ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. യെസ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മെൻ്റൽ ഹെൽത്താണ്. ഈ ഒരു മെയിനായിട്ടുള്ളൊരു പോയിന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളെല്ലാവരും മെൻ്റൽ ഹെൽത്ത് എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ആർക്കൊക്കെ അറിയാം എന്താണ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത്? അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു മാനസിക ആരോഗ്യമുള്ള വ്യക്തിയാണോ? ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയി പോയി അത്. പൊതുവേ ഈ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിലോ പറഞ്ഞു കേട്ടോ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ കുറച്ച് മെഡിക്കൽ ടേംസ് ആയിരിക്കാം വന്നിട്ടുണ്ടായിരിക്കുക. ആൻസൈറ്റി, ഡിപ്രഷൻ, അങ്ങനെ പല മെഡിക്കൽ ടേംസ്. പക്ഷേ അതാണോ മെൻ്റൽ ഹെൽത്ത്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പം ചിലർ ചിന്തിക്കുന്നുണ്ടാവും ഈ മാനസിക രോഗങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളെ ആയിരിക്കാം മാനസിക ആരോഗ്യമുള്ള ആൾ എന്ന് പറയുന്നതെന്ന്. എന്നാൽ അത് മാത്രമല്ല മാനസിക ആരോഗ്യമുള്ള ഒരാളുടെ മാനദണ്ഡം. പകരം നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ. നമുക്കെല്ലാവർക്കും പല ഇമോഷൻസ് ഉണ്ടാവാറുണ്ട്. പല ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകാറുണ്ട്. എന്നാൽ ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നമുക്ക് മാനസിക ആരോഗ്യമുള്ള വ്യക്തി എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ വ്യക്തി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, പുറമെ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതല്ല. പകരം ഇയാൾക്ക് ചിലപ്പോൾ സങ്കടം തോന്നുന്ന ദിവസങ്ങളുണ്ടായിരിക്കാം, ടെൻഷൻ തോന്നുന്ന ദിവസങ്ങളുണ്ടായിരിക്കാം, അങ്ങനെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്ന സമയങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ഇതിലൂടെ എല്ലാം കടന്നു പോയി ഇയാൾക്ക് ബാക്ക് ടു നോർമലിലേക്ക് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് മെൻ്റലി ഹെൽത്തി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഒരു മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലും സാധാരണ നിലയിലും എല്ലാ ഇമോഷൻസും എല്ലാ വികാരങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി, ആ കുട്ടിക്ക് നാളെ എക്സാമാണ്. ആ കുട്ടിക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാവും? ആൻസൈറ്റി ഉണ്ടാവും. അതായത് നാളത്തെ എക്സാമിനെ കുറിച്ച്, നാളെ പഠിച്ചില്ലെങ്കിൽ മാർക്ക് കുറയുമല്ലോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ എന്താ സ്ഥിതി? കുട്ടിക്ക് പഠിക്കാനായിട്ട് മോട്ടിവേഷൻ ഉണ്ടാവില്ല. അപ്പം നമ്മൾ പൊതുവേ പറയുക, ഈ ഒരു ആൻസൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് കൂടിപ്പോയാലും ഒരുപാട് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. പക്ഷെ അതെങ്ങനെ നിൽക്കണം? ഒരു മിതമായ രീതിയിൽ നിന്നാൽ അത് ഹെൽത്തിയാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പല ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ എപ്പോഴാണ് അത് നമ്മളെ അഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മാനസിക രോഗമുള്ളവനാക്കി മാറ്റുന്നത് എപ്പോഴാണ്? അത് നമ്മുടെ ജീവിതത്തെ തന്നെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ്. അതായത് നമ്മൾ മെഡിക്കൽ ടേംസിലൊക്കെ നോക്കുകയാണെങ്കിൽ പറയുന്നത്, ഒരു മാനസിക രോഗമുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ, അതായത് ആളുടെ ദിവസേനയുള്ള ജീവിതത്തിലും പേഴ്സണൽ ലൈഫിലും
ആളുടെ ഫാമിലി ലൈഫിലും അതുകൂടാതെ വർക്ക് ചെയ്യുന്നിടത്തും അങ്ങനെ എല്ലായിടത്തും ബാധിക്കുമ്പോഴാണ് അതൊരു മാനസിക രോഗമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ മെൻ്റലി നമ്മളെ അഫക്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ടെൻഷൻ വന്നു, ആ ഒരു ടെൻഷൻ്റെ കാരണം നാളത്തെ ജോബിൻ്റെ ഇൻ്റർവ്യൂ ആണെന്ന് വിചാരിച്ചോ, ആ ആൾ ആ ഒരു ടെൻഷൻ കാരണം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു, നല്ല രീതിയിൽ പോയി അറ്റൻഡ് ചെയ്തു. അപ്പോൾ എങ്ങനെയാ? ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ അല്ലേ? അതെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഈ ടെൻഷൻ കാരണം ഈ ആൾക്ക് ഭക്ഷണം കഴിക്കാനോ ആളുടെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഉറക്കം കിട്ടാതിരിക്കുകയോ അങ്ങനെ ഒരുപാട് ദിവസം വരുമ്പോൾ അല്ലെങ്കിൽ ആളുടെ മൊത്തത്തിലുള്ള ജീവിതത്തെ ബാധിക്കുമ്പോഴാണ് ആളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. അപ്പോൾ എല്ലാവർക്കും മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ്സിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.